ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇത് ചായ ആക്കുന്നുണ്ട്. രാവിലെ ചായ കുടിച്ചിട്ടേ എന്തും തുടങ്ങാൻ പറ്റുള്ളൂ. അതൊരു പണ്ടേ ഉള്ളൊരു ശീലമാണ്. ചായ കുടിക്കുമ്പോഴേ എന്തിനൊരു ഇൻട്രസ്റ്റും ഒരു ഉന്മേഷമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ചായയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കടുപ്പത്തിൽ നല്ല അടിപൊളി പതിച്ച ചായയാണ്. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഇനി ഇതുപോലെ എന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ രാവിലെ അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ദോശയാണ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെജിറ്റബിൾസൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നും വീഡിയോസൊക്കെ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര മടിയാണ്. പിന്നെ ഓരോരോ കാരണങ്ങൾ, പിന്നെ നമ്മുടെ കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുടങ്ങി പോകുന്നുണ്ട്. ഇനി ഇന്നും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ വിചാരിക്കും ഇന്ന് എന്തായാലും ഇടണമെന്ന്. പക്ഷേ ഇനി മുതൽ എന്നും ലോങ് വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ വെജീസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് പോവാം. ഇനിയിപ്പോൾ കുക്കറൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം വേണമെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കാം. അതിന് ശേഷം വെജീസ് വേവിച്ചാലും മതി. പക്ഷേ ഞാനിവിടെ എല്ലാം ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. സമയത്തിൻ്റെ ആ ഒരു പരിമിതി കൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം. പക്ഷേ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ പരിപ്പും നമ്മുടെ വെജീസും ഒക്കെ ഞാൻ ഒരുമിച്ച് തന്നെ കുക്കറിലോട്ട് ഇടുന്നുണ്ട്. നോർമലി ടൈം ഉള്ളപ്പോൾ ആദ്യം പരിപ്പാണ് ഞാൻ വേവിച്ചെടുക്കാറ്. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല വെന്തുടഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒരുമിച്ച് വേവാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഇത് അടച്ച് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡോറൊക്കെ ഒന്ന് തുറന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ കണ്ടോ, നേരം പരപരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. 6 മണി കഴിഞ്ഞ്, പക്ഷേ ഇപ്പോഴും വെളിച്ചം വന്ന് തുടങ്ങിയിട്ടില്ല. ഞാനിവിടെ സുബഹി നിസ്കാരത്തിനായിട്ട് വെളുപ്പാങ്കാലം ഒരു 5 മണിക്ക് മുന്നേ എണീക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാം പതിയെ ചെയ്ത് സമയം കിട്ടാറുണ്ട്, ഓത്തും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതേ നമ്മുടെ കണ്ട ആകാശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഇനിയിപ്പോൾ കുറച്ച് ക്യാരറ്റും അമരക്കയും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുകയാണേ, നമുക്ക് തോരൻ വയ്ക്കാൻ. അത് കഴിഞ്ഞ് മീൻകറിക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. തേങ്ങയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കുരുമുളകും ഇച്ചിരി പുളിയും കൂടെ ഞാൻ ലാസ്റ്റ് ഇടും. അത് ഇതിൽ കിട്ടിയിട്ടില്ല. എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണേ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ തോരനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാ പണികളും ഒതുക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ മാക്സിമം രാവിലെ തന്നെ ഉച്ചത്തെ പണിയും കൂടെ ഒതുക്കാറാണ് പതിവ്. അതാകുമ്പോൾ നമുക്ക് ജോലി ഒതുക്കിയിട്ട് ഇരിക്കാമല്ലോ, വേറെ പണികളൊന്നും കാണത്തുമില്ല. അങ്ങനെ തേങ്ങയെല്ലാം മൂപ്പിച്ചെടുക്കണം. ഇതിനിടയിൽ നമുക്ക് ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. വിറകടുപ്പിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. അങ്ങനെ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അടുപ്പൊക്കെ.
ഇതിനിടയിൽ മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യും, ആവി കയറ്റി അച്ചാറിനായിട്ട് ആവി കയറ്റുന്നുണ്ട്. ഇഡലി തട്ടിലാണ് ആവി കയറ്റുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി നല്ല സൂപ്പർ അച്ചാറായിരുന്നു. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ, ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ അച്ചാറിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് വരാം. ടാറ്റാ.